ഇപ്പോൾ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസൊക്കെ കൂടി ചലഞ്ച് വെക്കുക. ഓരോ പ്രദേശത്തുള്ള ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. ഈ വേൾഡ് കപ്പൊക്കെ ആയിട്ട് സങ്കടം തോന്നിയിട്ടുള്ള കാര്യം അതാണ്. ഒരുപാട് പൈസ ഫ്ലെക്സിൻ്റെ മേലൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ മനുഷ്യന്മാർ സ്വയം ആഘോഷത്തിലേക്ക് പോവാണ്. എത്ര പൈസയാണെന്നറിയോ, എത്ര പൈസയാണ് ഫ്ലെക്സിൻ്റെ മേലെ കയറിയിട്ടുള്ളത്. ഫ്ലെക്സിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പുതിയ ആശയം ഇങ്ങനെ മനസ്സിൽ വന്നത്. ചാരിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഒരു ചലഞ്ച് വെച്ചാൽ മതി ശരിക്കും. ഇപ്പോൾ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസൊക്കെ കൂടി ചലഞ്ച് വെക്കുക. ഓരോ പ്രദേശത്തുള്ള ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. നോക്കാം നമുക്ക് ഏത് ഫാൻസിനാ പവർ കൂടുതലെന്ന്. അപ്പോൾ ഫാൻസിൻ്റെ പവറും കാണാം, ആർക്കെങ്കിലും ഉപകാരമാവും. അത് അങ്ങനെ ഒരു സംഗതി വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഈ പ്രാവശ്യത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെങ്കിലും കാണേണ്ട ഒരു സംഗതി അതാണ്. അവിടെ കുറേ സംഗതി ഉണ്ട്, ഇലയുണ്ട്, തണലുണ്ട്, അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. അവിടേക്ക് ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം. ആ ഫ്ലെക്സ് അടിക്കുന്നതിന് പകരം അർജന്റീന ഫാൻസിൻ്റെ വക ഇത്രയാണ് പറയണം. അത് അഭിമാനത്തിൽ പറയണം. നിങ്ങൾ കൊടുത്തതിനേക്കാളും കൂടുതൽ കൊടുത്തത് അർജന്റീന ഫാൻസാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് ബ്രസീൽ ഫാൻസ് ആണ് അല്ലെങ്കിൽ പോർച്ചുഗൽ ഫാൻസ് ആണ് ഇവർ കൊടുത്തതിനേക്കാളും കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം നമ്മൾ ആഘോഷിക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരെ കൈ ചേർത്ത് പിടിക്കുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറും. ഇപ്പം എന്താ സംഭവിക്കുന്നത്, 200 അടിൻ്റെ ഫ്ലെക്സ് വെക്കുമ്പോൾ മറ്റേ ആനന്ദം കണ്ടെത്തുമ്പോൾ അടുത്തവും കൊണ്ടുവരും 300ൻ്റെ ഫ്ലെക്സ്. അപ്പോൾ 200 മങ്ങി. അത്രയും ചെലവിട്ടത് എന്തായി, മങ്ങിപ്പോയി. മറ്റേതിന് അങ്ങനെയല്ല, നിങ്ങൾ എത്ര ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ഇനി കുറഞ്ഞു പോയിട്ട് മറ്റൊരു കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഇട്ടതിനെ കുറിച്ചിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാവും.